എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് നേര് സിനിമയുടെ റിലീസിന് ശേഷം നമ്മുടെ ലാലേട്ടൻ്റെ തിരിച്ചുവരവ്. ലാലേട്ടൻ തിരിച്ചു വന്നു എന്നുള്ളത് നമുക്ക് ഓപ്പണായിട്ട് പറയാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു നടൻ എന്ന രീതിയിൽ ആൾ തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് നേര് കണ്ടപ്പോൾ തോന്നിയത്. നമ്മൾ നേരിന്റെ റിവ്യൂവിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല ആംഗിളും ഓരോ നോട്ടത്തിൽ പോലും അധികം കൂടുതലൊന്നും ഇല്ലെങ്കിൽ പോലും വലിയ സംഭവം അല്ലെങ്കിൽ പോലും ഓരോ നോട്ടത്തിൽ നിന്ന് പോലും നമുക്ക് ഓരോ സംഭവങ്ങൾ പിടികിട്ടും. അത് അത്ര ഗംഭീരമായിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അതായത് ആളുടെ ഒരു സ്റ്റാർ എന്ന രീതിയിലുള്ള ആ വാല്യൂ യൂസ് ചെയ്ത് കുറേ ആൾക്കാർ കുറേ സിനിമ ചെയ്തു. എന്നാൽ ഇതിലാണ് ശരിക്ക് ലാലേട്ടൻ്റെ ആ ഒരു ആക്ടറിനെ യൂസ് ചെയ്തത്. ശരിക്കും അതാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ നടനെ നമുക്ക് കാണാൻ പറ്റിയത് ഈ സിനിമയിൽ. അതായത് ലൂസിഫറിൽ, പിന്നെ ദൃശ്യം 2 ഇതിലാണ്. അതിനുശേഷം പിന്നെ ആ ഒരു ആക്ടർ വന്നിട്ടില്ല, സ്റ്റാർഡം വന്നിട്ടുണ്ട്. സ്റ്റാറായിട്ട് നമ്മൾ ശരിക്കും കണ്ട് ആസ്വദിച്ചതാണ് ഇതിൽ ജയിലറിൽ. 5 മിനിറ്റ് ആണെങ്കിലും വേറെ ലെവലാണത്. അതെ, അതിന് പക്ഷെ എന്നാ പോലും അതിനകത്താണെങ്കിൽ പോലും അഭിനയിക്കാനുള്ള അതിന് മാത്രമുള്ള സംഭവങ്ങളൊന്നുമില്ല. അത് നമുക്കിപ്പം ഇതായി നേരിലൂടെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു സംഭവം. അതിനെക്കുറിച്ച് ട്രോളുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ പറ്റില്ല. ആകെ ലാലേട്ടനെ കുറിച്ചുള്ള സംഭവം നമ്മള് ഫുള്ള് ആഘോഷിക്കാണ്. പിന്നെ എടാ ഈ ഫാൻസിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു. ശരിക്കും 4 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ കറക്റ്റാണ്. 15-16 സിനിമകൾ ചെയ്തിട്ടുണ്ട് ഈ 4 വർഷത്തിനുള്ളിൽ. ഒറ്റൊരെണ്ണം പോലും തിയേറ്ററിൽ ഇതുപോലെ ദൃശ്യം 2 ആണെങ്കിൽ അതാണ് OTT ആയിരുന്നു. അപ്പം അതുപോലെ ഒരു ഇത്രയും പറയാൻ മാത്രം ഒന്നും തന്നിട്ടില്ല. അതെ, ഇത്രയും സിനിമകളിൽ നിന്ന്. അപ്പം അതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയതിന്റെ ഒരു ആഘോഷം. എന്തായാലും അത് കാണുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ആഗ്രഹിച്ചൊരു തിരിച്ചുവരവായിരുന്നു ലാലേട്ടൻ്റെത്. കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നേ, നമ്മള് പഴയതുപോലെയല്ല പുതിയതുപോലെ. അതെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഈ ലാലേട്ടന്റെ ഒരു സിനിമ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഒരു പോസിറ്റീവ് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഫുൾ പോസിറ്റീവ്. അതായത് നമ്മൾ സിനിമകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 1-2 സിനിമകളിലൊക്കെ അതിന്റെ ഇടയ്ക്ക് OTT വന്നതിനകത്തൊക്കെ നമ്മൾ ട്വൽത്ത് മാനിലൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എങ്കിലും അത് ചില കാര്യങ്ങളിൽ ചില സംഭവങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള രീതിയാണ്. എന്നാൽ അങ്ങനെയല്ല നേര്. ഇപ്പോൾ എന്താണ്, ജയിലറും നമുക്ക് ഫുൾ പോസിറ്റീവ് തോന്നിയ സിനിമയാണ്. അതായത് നെഗറ്റീവ് വേറെ രീതിയിലുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമ. പക്ഷെ അത് ലാലേട്ടൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ലല്ലോ. അതെ, ഇപ്പം അങ്ങനെയും പറയാൻ പറ്റുന്ന ഒരു സിനിമ. അതായത് ലാലേട്ടൻ്റെ സിനിമ. അപ്പോൾ എന്തായാലും ഉബൈദ് ഇബ്രാഹിമിൻ്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, ലാലേട്ടൻ്റെ തിരിച്ചുവരവ് എന്നുള്ള രീതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്കത് വീഡിയോ ആയിട്ടാണ് അയച്ചു തന്നിരിക്കുന്നത്. അതായത് ലിങ്ക് അല്ല, വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. ഓക്കെ. ഈ വാർത്ത കേട്ട് മണിയൂർ ഗ്രാമം ഞെട്ടണം. ാലിക്കളുടെ തലമണ്ടകൾ പടപടപടപടേന്ന് പൊട്ടിത്തെറിക്കണം. ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസം വന്നില്ല. ഇനി തെളിവൊന്നും വേണ്ടല്ലോ. വേണ്ട. നേരെ കണ്ടിട്ട് എന്തിനാ ഈ സിനിമയിൽ അഭിനയിച്ചത് ചോദിക്കേണ്ടി വരില്ല. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ഒന്നുപോലെ കൈയിടാ കലക്കി കലക്കിന്ന് പറഞ്ഞാ പോലെ കലക്കി. ഇങ്ങനൊരു ആള് പണിയുള്ളത് നമ്മുടെ നാടിന്റെ ഭാഗ്യം കരുതിയാവും. ഞാൻ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ. നീ കാരണം ഈ തെരുവിൽ എനിക്കൊരു പേരായി. ഇത്രയും കുറെ കാലമായിട്ട് നമുക്ക് ലാലേട്ടന് ഒരുപാട് മോശം പടങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോ നേര് പറയാൻ വാക്കുകളില്ല, ഫുൾ കൈയടിയായിരുന്നു. അത്രയ്ക്ക് ഇമോഷണലി ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. ലാലേട്ടൻ ഇസ് ബാക്ക്. എന്റെ ലക്ക് ഈ മണ്ണി തെളിയിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഒരു ഫാൻസിന് മാത്രമല്ല, ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന പടമാണ്. ഒരു മനുഷ്യൻ കണ്ടിരിക്കേണ്ട പടമാണ്, നീതിയുടെ പടമാണ്. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ശേഷമാണ് ലാലേട്ടന്റെ ഒരു പടം കണ്ടിട്ട് ഫുള്ളി സാറ്റിസ്ഫൈ ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അത് ലാലേട്ടന്റെ ഓരോ റിയാക്ഷൻസ് ആയാലും ഡയലോഗ് ഡെലിവറി, ഓരോ വോയിസ് മോഡുലേഷൻ അടക്കം കിട്ടിയില്ലാനായിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ
ജോസിനെ അഭിനയിക്കാൻ അറിയാം. വിവിധ വികാരങ്ങൾ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് അവന്റെ മുഖം. സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അഭിനയം അനശ്വര ഇതിൽ സത്യം പറഞ്ഞ് ഞെട്ടിച്ച ഒന്നാണ്. കാരണം ആദ്യം അനശ്വരയ്ക്ക് ഈ റോള് ആപ്റ്റ് അല്ലെന്നാണ് കണ്ടു തുടങ്ങി തോന്നുന്നത്. പക്ഷെ പിന്നെ അങ്ങോട്ട് ഈ റോൾ അനശ്വര അത്ര മികച്ചതാക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല. എല്ലാവരും ഞെട്ടിപ്പോയി. എന്ത് നാച്ചുറൽ ആക്ടിങ്. പറഞ്ഞു വന്നപ്പോ പറയുന്നൊക്കെ സത്യം ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല. കോർട്ട് റൂം ഡ്രാമയാണ്, പക്ഷെ ലാഗ് എന്ന് പറയുന്ന സാധനം പോലെ ഫീൽ ചെയ്തില്ല. നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് പോയി. തിരക്കഥയ്ക്ക് തന്നെ കൈയടി കൊടുക്കണം. ജിത്തു ജോസഫ്, ശാന്തി മായാദേവി. ഓ, ഞാനൊന്ന് കൺകുളിർക്ക കാണട്ടെ എന്റെ കൊച്ചു മിടുക്കനെ. നിന്റെ തല ഭയങ്കര തന്നെ. ലാലേട്ടന്റെ അവസാനത്തെ സീനില് സത്യം പറഞ്ഞ എന്റെ കണ്ണുവരെ അറിഞ്ഞു ആ ഒരു സീൻ കണ്ട്. എല്ലാവരും അതെ, അങ്ങനെ ആ ഒരു സീൻ കണ്ടിട്ടാണ് ഇപ്പൊ അറിയിപ്പോകുന്നത്. സൂപ്പർ ട്രോളാണല്ലോ. ഇത് വെറും ഒരു സൂചന മാത്രം. ഇനി എന്റെ അടുത്ത ചുവടിൽ ആകാശമുട്ട തീ മലൈക്കോട്ടെ വാലിബൻ, അല്ലെങ്കിൽ ബറോസ്, അല്ലെങ്കിൽ റാം, അല്ലെങ്കിൽ എമ്പുരാൻ എന്നൊക്കെ പറയുന്ന വലിയ സ്കെയിലുള്ള സിനിമകളാണ്. ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം. ഇതിപ്പോ നേരിനെ കുറിച്ച് പറയാതിരുന്നിട്ടേ ഇതിപ്പോ ലാസ്റ്റ് ക്ലൈമാക്സ് വന്നത് കിടില സാധനം. അതായത് കാരണം എന്താ പറയാ, നമുക്കൊരു തീപ്പൊരി തന്നു, എന്നിട്ട് കാട്ടുതീയിലേക്കുള്ള അതില് ആ ഒരു വൈബാണ് തന്നത് ലാസ്റ്റിലേക്ക്. എനിക്ക് ബാരോസ് മാത്രമാണ്, നമ്മൾ ഫ്രാങ്ക് ആയിട്ട് പറയണല്ലോ, അതായത് ബാരോസിൽ മാത്രമാണ് എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്. മലൈക്കോട്ടെ വാലിബൻ നേരിനേക്കാൾ കൂടുതൽ പ്രതീക്ഷയുള്ള സാധനം തീർച്ചയായിട്ടും ഒന്ന്. രണ്ടാമത്തത് റാം പിന്നെ എന്താ, ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമേ അതിന്റെ ഷൂട്ടൊക്കെ നടക്കുള്ളൂ, പരിപാടികളിലേക്ക് വരുള്ളൂ. അതെ. അപ്പോൾ റാം നമുക്ക് കുറച്ച് കഴിഞ്ഞൊരു പിന്നീട് മാറ്റി ഇതുപോലെ തന്നെയാണ്. അതെ, ജോസഫിന്റെ ഇത് ശരിക്കും മലൈക്കോട്ടെ വാലിബിന്റെ മുന്നിൽ കയറി നിൽക്കേണ്ട സാധനമാണ്. അതായത് പ്രതീക്ഷയിൽ ഏറ്റവും വലുത് നിൽക്കേണ്ട ശരിക്കും റാമാണ്. കാരണം ഒരു ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ലാലേട്ടൻ സിനിമകളിലെ പ്രധാനപ്പെട്ട സിനിമ റാമാണെന്ന് നമ്മൾ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്കെയില് ഭീകരമാണ്. അതെ, അതായത് ജിത്തു ജോസഫ് ഇതുവരെ ചെയ്തതിൽ നിന്ന് വലിയ സിനിമയായിട്ട് ചെയ്യുന്നൊരു സിനിമ. പിന്നെ ജിത്തു ജോസഫ് അല്ലേ, എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ. അതായത് ലാലേട്ടൻ ഇപ്പോൾ ചൊൽത്തുമാനായാലും ദൃശ്യം 2 സിനിമകളായാലും ചെയ്തിട്ട് ഈ ക്യാരക്ടർ എന്തിനു ചെയ്തരേ എന്ന് ചോദിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ലല്ലോ. അതിപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞില്ലേ, ഇതിലും അതാണ് ആ ഒരു ധൈര്യം നമുക്ക് കിട്ടും. പടഞ്ഞ് എത്ര പൊട്ടിയാലും അപ്പം ആള് കണ്ടറിഞ്ഞു തന്നെയാണ് ഈ മുന്നോട്ടുള്ള സിനിമകളുടെയൊക്കെ സെലക്ഷൻ എന്നുള്ളത്. ആ ഒരു ഇതിനകത്ത് തന്നെ മനസ്സിലാക്കാം. അതായത് ആൾക്കാരുടെ മനസ്സിലായി ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, നേരിലതുണ്ട് സത്യമായിട്ടും. അല്ലെങ്കിൽ അതായത് ആൾക്ക് വേണ്ടി മറ്റുള്ളവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത്, അതെ, അവരത് സക്സസ് ആയാൽ മാത്രം കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൾക്കതിൽ പിടിവാശിയൊന്നുമില്ല. അത് ശ്രദ്ധിച്ചില്ലേ? നിർബന്ധമൊന്നുമില്ല. അതായത് ഞാൻ പോവാമെന്ന് പറയുമ്പോൾ അത് നന്നായിരിക്കും, അത്രേ ഉള്ളൂ. നിങ്ങളത് കണ്ടെത്തി കൊണ്ടുവരുന്ന വേണമെന്ന് പറഞ്ഞ് കർശനമായിട്ട്, അതായത് ഇങ്ങനെ താക്കീതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. സാധാരണ മനുഷ്യൻ, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും കൽപ്പിക്കുന്ന ആളോ അല്ലെങ്കിൽ അത് വേണം അല്ലെങ്കിൽ നിർബന്ധം പിടിക്കുന്ന ആളോ അങ്ങനെ ഒന്നുമല്ല. ഇപ്പൊ ചോദിക്കും അത് ജിത്തു ജോസഫിന്റെയും എഴുത്തുകാരിയുടെയും, അതായത് രണ്ടുപേരും എഴുത്തിലുണ്ട് കേട്ടോ, ജിത്തു ജോസഫും ശാന്തി മായാദേവിയും ഇതിൽ എഴുത്തിലുണ്ട്, അവരുടെ കഴിവല്ലേന്ന്. പക്ഷെ തെരഞ്ഞെടുപ്പ്, അതായത് ഇതിനനുസരിച്ച് നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർ തീരുമാനിക്കണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മാത്രമല്ല, ഇപ്പൊ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ അവര് പറഞ്ഞു കൊടുക്കാനേ അവർക്ക് പറ്റുള്ളൂ. ഇത് അത് അഭിനയിക്കുന്നതല്ല. അതായത് ഇപ്പോൾ ആ സമയത്ത് അഭിനയിച്ചതിനെ കുറിച്ചല്ല പറയുന്നത്. ആ ഒരു ക്യാരക്ടറിൽ ഇന്ന സംഭവം, അത് ഞാനിപ്പോൾ ഇവിടെ അടിയിൽ പോകും, അത് എനിക്ക് അതിൻ്റെതായ പ്രാധാന്യമില്ല എന്ന് തോന്നുന്നിടത്ത് ഇടപെടും. വലിയ താരങ്ങൾ അങ്ങനെ ഇടപെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ ഇത് ഉൾക്കൊണ്ടു ആ രീതിയിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ എന്തായാലും എത്രത്തോളം, അതായത് ക്യാരക്ടറിന് വേണ്ടി ആളല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആക്ടറാണ്, അതെല്ലാരും പറയാറുണ്ട്. ഡയറക്ടർ എന്താണോ അത് ചെയ്യണം ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കുന്ന ആക്ടറാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതിനകത്ത് നമുക്ക് ഒരു സംശയമില്ലാത്തൊരു സംഭവമാണ്. എന്താണെങ്കിലും നേര് എന്ന് പറയുന്ന സിനിമയിലൂടെ ലാലേട്ടന്റെ ഒരു ഭയങ്കരം, അതായത് ഒരു വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ നേരിന്റെ റിവ്യൂ ചെയ്യുന്നതിന് മുൻപ്, സിനിമ കാണുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജയിലർ എന്ന സിനിമ നമുക്ക് ആശ്വാസം കിട്ടിയിട്ടുള്ളൂ. സത്യം.
ഒരു അടിപൊളി ഒരു സംഭവം ആണല്ലോ വന്നതെന്നുള്ളൊരു ആശ്വാസം. അതെ, പക്ഷെ എന്നാൽ നമുക്ക് ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഒരു ശരിക്കും ഒരു ലാലേട്ടൻ സിനിമ വിജയിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ നെഞ്ച് പിരിച്ചിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റൂലേ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ നേരിലൂടെ കിട്ടി. സത്യം, ഒരു മുഴുനീള സിനിമ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 10-16-17 സിനിമ ചെയ്തിട്ട് ഒരു മുഴുനീള സിനിമ അടിപൊളി എന്ന് പറയാൻ നമുക്കൊന്നുമില്ലായിരുന്നു. അത് കിട്ടിയത് നേരിൽ. ഇനിയിപ്പോ പരാജയപ്പെട്ട സിനിമകൾ ഉണ്ടെങ്കിൽ പോലും അതില് കഥാപാത്രം ആകെ, അതായത് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞ സാധനം തന്നെ, എന്തിനാ അഭിനയിച്ചെന്ന് ചോദിക്കേണ്ട സാഹചര്യം വരുന്നത് ആ ക്യാരക്ടർ അത്രയും മോശമാവുന്നുണ്ടോ? സത്യം. ഇപ്പം ആറാട്ട് നമ്മൾ എടുത്തു പറയാറുണ്ട്, മോൺസ്റ്റർ നമ്മൾ പറയാറുണ്ട്, എലോൺ, അങ്ങനെ കുറെ സിനിമകൾ, പിന്നെ ഇട്ടിമാണി, അങ്ങനത്തെ കുറെ സിനിമകളുണ്ട്. അതിനകത്ത് നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ലാലേട്ടൻ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? പടം പരാജയമായതുകൊണ്ടല്ല, ആ ക്യാരക്ടർ തന്നെ എന്തിനു ലാലേട്ടൻ ചെയ്യണം? അതെ, അത്രയ്ക്കും ഗതികെട്ട അവസ്ഥയിലൊന്നുമല്ലോ ലാലേട്ടൻ ഉള്ളത്. സത്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള സംഭവം മോൺസ്റ്റർ എന്താണ്, എന്തിന് അത് വേറെ ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കേണ്ട സംഭവമുള്ളൂ. അത് അത്രയ്ക്കും ഗതികെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള ആളല്ലല്ലോ. ഇത്രയും കിടിലൻ ഒരു ആക്ടറെ കൊണ്ടുപോയിട്ടാണ് ഇത്രയും മോശമായിട്ടൊക്കെ ചെയ്ത് വെച്ചപ്പോ ആറാട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് അത്, എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം എല്ലാവർക്കും പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് ആ ഒരു കാറ്റഗറി അങ്ങ് ചെയ്തേക്കുകയാണ്. എന്തായാലും അതിൽ നിന്ന് മാറി പ്രേക്ഷകരെ മനസ്സിലാക്കി ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായ രീതിയിലേക്ക് ലാലേട്ടൻ മാറുന്നു എന്നുള്ള ഇതിന്റെ തെളിവാണ്, ആദ്യത്തെ സൂചനയാണ് നേരി, ഒരു സംശയക്കാറ്റില്ല. ധൈര്യമായിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തോ, കണ്ടോളാം. ഇനി അങ്ങോട്ട് ദിവസങ്ങളാണ്, നേരിന്റെ മാത്രല്ല, ഇനി അങ്ങോട്ട് ലാലേട്ടന്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് അതും ഒരു നേരാ, അതും നേര്. അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.